എടാ, അവള് മറ്റാരും അല്ലല്ലോ, നിന്റെ ഭാര്യയല്ലേ. കാർത്തിക് ദീർഘനിശ്വാസം എടുത്തു. ഓക്കെ പറയാല്ലേ, പിന്നല്ലാതെ. ബി കൂൾ മാൻ. റോയി കാർത്തിക്കിന് ധൈര്യം കൊടുത്തു. കാർത്തിക് റോയിയുടെ ഫോൺ കട്ട് ചെയ്തു. പൈപ്പ് തുറന്ന് മുഖം കഴുകി കണ്ണാടിയിൽ ഒന്നുകൂടി നോക്കി ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിച്ചു. ഈ സമയം ആതിര ഇതേ ടെൻഷൻ തന്നെ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അവൾ മെല്ലെ അവളുടെ ഹൃദയത്തിൽ കൈവച്ചു. ഹൃദയമിടിപ്പ് വളരെ വേഗത്തിലടിക്കുന്നു. കൈയും കാലും വിറയ്ക്കുന്നു. എനിക്കിതെന്താ പറ്റിയത്? അവൾ നെറ്റിയിലെ വിയർപ്പ് തുടച്ചു. ഈ പ്രണയിക്കുന്നവരെ സമ്മതിക്കണം. ദൂരെ നിന്ന് വാഷ്റൂമിൽ പോയി കാർത്തിക് നടന്നു വരുന്നത് കണ്ട് ആതിര അവനിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. കാർത്തിക്കും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ അടുത്തേക്കെത്താൻ വെറും 100 മീറ്റർ മാത്രമുള്ളപ്പോൾ പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു വിളി കേട്ടു. കാർത്തിക്! കാർത്തിക് വിളി കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതും അവൻ ഞെട്ടിയതും ഒരുമിച്ചായിരുന്നു. അവൻ ആ ആളുടെ പേര് മന്ത്രിച്ചു. രശ്മി. രശ്മി അവൻ്റെ നേരെ സന്തോഷത്തോടെ നടന്നു വരുന്നു. കൂടെ ഒരു 50 വയസ്സ് തോന്നിക്കുന്ന ഒരാളുമുണ്ടായിരുന്നു. അയാളെ കണ്ടാലറിയാം ഒരു ബിസിനസ്മാൻ ആണെന്ന്. കാർത്തിക്കിൻ്റെ അടുത്തെത്തിയതും രശ്മി അവനെ ആലിംഗനം ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആതിരയ്ക്ക് ഇത് സഹിക്കാനായില്ല. അവൾ രശ്മിയെയും കാർത്തിക്കിനെയും ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി. അവൾക്കത് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു. ഈ സമയം രശ്മി കാർത്തിക്കിന് തൻ്റെ അരികിൽ നിന്ന ആളെ പരിചയപ്പെടുത്തുകയായിരുന്നു. ഇത് എൻ്റെ ഡാഡി. അയാൾ കാർത്തിക്കിന് കൈ കൊടുത്തു സ്വയം പരിചയപ്പെടുത്തി. ഹലോ യങ്മാൻ, ഞാൻ മോഹൻ, RM ഗ്രൂപ്പിൻ്റെ ഓണർ. കാർത്തിക് മറുപടി പറയുന്നതിന് മുമ്പ് രശ്മി ഇടയിൽ കയറി പറഞ്ഞു, ഇങ്ങനെ നിന്ന് സംസാരിക്കാതെ നമുക്ക് എവിടെയെങ്കിലും മാറി ഇരുന്നാലോ? കാർത്തിക്കിന് എന്തെങ്കിലും പറയാനാകും മുമ്പേ തന്നെ രശ്മി അവനെ വലിച്ചു കൊണ്ടുപോയിരുന്നു. അവൻ പതിയെ ആതിര ഇരിക്കുന്നിടത്തേക്ക് നോക്കി. അവൾ ദേഷ്യത്തിലും സങ്കടത്തിലും ഇരിക്കുന്നുണ്ടായിരുന്നു. ആതിരയ്ക്ക് ഇതൊന്നും സഹിക്കുന്നില്ലായിരുന്നു. അവരെന്താണ് സംസാരിക്കുന്നത് എന്നറിയാൻ അവരുടെ അടുത്തായി ഒരു ആളൊഴിഞ്ഞ സീറ്റിലിരുന്നു. ഒരു മെനു കാർഡ് ഉപയോഗിച്ച് മുഖം മറച്ചു. രശ്മി നിങ്ങളെക്കുറിച്ച് എല്ലാം പറഞ്ഞിരിക്കുന്നു. ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവാതെ ഞാനും ഇവളുടെ അമ്മയും വന്ന് നിങ്ങളുടെ വീട്ടിലൊന്ന് സംസാരിക്കട്ടെ. കാർത്തിക്കിന് ഒന്നും പറയാനാവാതെ നിശബ്ദനായിരുന്നു. മിണ്ടാതിരിക്കുന്നത് നോക്ക്. എൻ്റെ കല്യാണം കഴിഞ്ഞുവെന്ന് സുന്ദരിയായ ഭാര്യയുണ്ടെന്ന് പറയടോ മനുഷ്യ. ആതിര ദേഷ്യത്തോടെ പിറുപിറുത്തു. ഇപ്പം വേണ്ട പപ്പ, ഞങ്ങൾ കുറച്ച് പ്രണയിച്ച് നടക്കട്ടെ. രശ്മി ആയിരുന്നു മറുപടി പറഞ്ഞത്. ഓഹ് ശരി, നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഓക്കെ. അത് കേട്ടതും കാർത്തിക്കിൻ്റെ ശ്വാസം നേരെ വീണു. അവൻ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. കാർത്തിക് ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് ആതിരയ്ക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. അവൾ ദേഷ്യത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് റെസ്റ്റോറൻറ്റിന് പുറത്തേക്ക് പോയി. കാർത്തിക് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കെ അവൻ ആതിര ഇരുന്നിടത്തേക്ക് നോക്കി. അവളെ അവിടെ എവിടെയും കണ്ടില്ല. അവൻ ചുറ്റുപാടും നോക്കി. എവിടെയും അവളെ കണ്ടില്ല. പെട്ടെന്ന് അവൻ അസ്വസ്ഥനായി. ഇതെല്ലാം രശ്മി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖം കണ്ട് രശ്മി ചോദിച്ചു, എന്തു പറ്റി? കാർത്തിക് ഒരു ചെറു പുഞ്ചിരി മുഖത്ത് വരുത്തി. ഒന്നുമില്ലടോ. പക്ഷേ കാർത്തിക്കിൻ്റെ മനസ്സിലൊരു അഗ്നിപർവ്വതം തന്നെ പൊട്ടുന്നുണ്ടായിരുന്നു. കാർത്തിക് ടെൻഷനോടെ പുറത്തേക്ക് നടന്നപ്പോൾ അവൻ അവിടെ തൻ്റെ കാറിൽ ചാരി നിൽക്കുകയാണ് ആതിര. അവളെ അവിടെ കണ്ടതും അവൻ്റെ ശ്വാസം നേരെ വന്നു. കാർത്തിക്കിനെ കണ്ടതും ആതിര അവനെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി കണ്ടതും അവൻ്റെ ടെൻഷൻ തന്നെ അവൻ മറന്നു. അവനും അവളെ നോക്കി പുഞ്ചിരിച്ചു. രണ്ടുപേരും കാറിൽ കയറി. രശ്മി അത് കണ്ടു. അവൻ എന്തിനാ ഇത്ര ടെൻഷനിൽ പോകുന്നത് എന്നറിയാൻ കാർത്തിക്കിൻ്റെ പുറകെ വന്നു. അവർ കാറിൽ കയറി പോകുന്നത് സംശയത്തോടെ നോക്കി നിന്നു. കാർത്തിക്കും ആതിരയും കാറിൽ പോകുന്നു. വളരെ നിശബ്ദതയിൽ പോകുന്നു.
നീ എന്തിനാ പെട്ടെന്ന് പോയത്? ഞാൻ പേടിച്ചു പോയി. ഒരു മെസ്സേജെങ്കിലും ചെയ്തൂടെ? ആ നിശബ്ദത ഭേദിച്ചുകൊണ്ട് കാർത്തിക് പറഞ്ഞു. നിങ്ങളുടെ ഇടയിൽ ഒരു ശല്യമാവരുത് എന്ന് കരുതി മാറിയതാ. അവളുടെ പെട്ടെന്നുള്ള പറച്ചിൽ കേട്ട് കാർത്തിക് പെട്ടെന്ന് ഞെട്ടി. പക്ഷേ അത് പുറത്ത് കാണിക്കാതെ അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. ആതിര നിശബ്ദയായി പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു. ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. രശ്മിയോട് എല്ലാ സത്യങ്ങളും പറയണം. അതേപോലെ തന്നെ ആതിരയോടുള്ള ഇഷ്ടവും. കാർത്തിക് ഒരു ദൃഢനിശ്ചയത്തോടെ സ്റ്റിയറിങ്ങിൽ മുറുകെ പിടിച്ച് ഡ്രൈവിംഗ് തുടർന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം തന്നെ രശ്മിയെ കാണാൻ തീരുമാനിച്ചു. ആ കാര്യം അവൻ രശ്മിയെ വിളിച്ചു പറഞ്ഞു. അവളും ഓക്കെ പറഞ്ഞു. നന്നായി, ഇതാണ് പറ്റിയ അവസരം, ഇന്ന് അറിഞ്ഞേ പറ്റൂ. രശ്മി എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നു. വൈകുന്നേരം ഒരു ആളൊഴിഞ്ഞ പാർക്കിൽ ഒരു ഇരിപ്പിടത്തിൽ രശ്മിയും കാർത്തിക്കും ഒരുമിച്ചിരിക്കുന്നു. കാർത്തിക് എങ്ങനെ കാര്യം പറയും എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കവേ, കാർത്തിക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീയും ആതിരയും തമ്മിൽ എന്താണ് ബന്ധം? രശ്മിയുടെ ആ ചോദ്യം കേട്ടതും കാർത്തിക് ഒരു ഞെട്ടലോടെ അവളുടെ നേരെ തിരിഞ്ഞു. എന്താ? അവൻ ആ ഞെട്ടലോടെ തന്നെ അവളോട് ചോദിച്ചു. ഒന്നുമില്ല, കുറെ നാളായി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. അന്ന് ആതിരയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് നീയാണ് പാർട്ടിയുടെ പിന്നിലെന്ന് എനിക്ക് മനസ്സിലായി. മാത്രമല്ല, അന്ന് നിങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും ഞാൻ കണ്ടു. അതുമാത്രമല്ല, ഇന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നോടൊപ്പം ആതിരയും വന്നിരുന്നു അല്ലേ? ഞാൻ കണ്ടിരുന്നു നിങ്ങൾ ഒരുമിച്ച് കാറിൽ കയറി പോകുന്നത്. ഇത്രയും പറഞ്ഞ് അവൾ കാർത്തികിൻ്റെ മുഖത്തേക്ക് നോക്കി. വീണ്ടും തുടർന്നു. നിങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് എനിക്കറിയാം, എന്നാലും എനിക്കൊരു സംശയം. അത് കേട്ടതും കാർത്തിക് മെല്ലെ എഴുന്നേറ്റ് മുന്നിലേക്ക് നോക്കി. എന്നിട്ട് തുടർന്നു. അത് അവനത് പറയുമ്പോഴേക്കും രശ്മിയും അവൻ്റെ അടുത്ത് വന്ന് നിന്നിരുന്നു. നിന്നോടിതെങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് നീ എങ്ങനെ എടുക്കുമെന്നും എനിക്കറിയില്ല. എന്നാലും ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നി. ഇവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് സംശയത്തോടെ രശ്മി നിന്നു. നീ കരുതുന്നത് പോലെ ആതിരയും ഞാനും ജസ്റ്റ് ഫ്രണ്ട്സ് അല്ല. അവൾ എൻ്റെ ഭാര്യയാണ്. അത് കേട്ടതും രശ്മി ഇടിമിന്നലേറ്റ പോലെ ഞെട്ടിത്തരിച്ചു നിന്നുപോയി. കാർത്തിക്, നീ എന്താണ് ഈ പറയുന്നത്? അപ്പോ നീ എന്നെ ചതിക്കായിരുന്നല്ലേ? അതല്ല, നീ ഒന്നും പറയണ്ട. നമ്മുടെ പ്രണയം, എൻ്റെ വിശ്വാസം എല്ലാം നീ തകർത്തില്ലേ? ഞാൻ നിന്നെ അത്രയ്ക്കും വിശ്വസിച്ചു പാടാ. പെട്ടെന്ന് അവളുടെ മുഖഭാവം മാറുകയും ഒരു ദൃഢഭാവം കൈവരിക്കുകയും ചെയ്തു. പെട്ടെന്ന് രശ്മി കാർത്തികിൻ്റെ നേരെ തിരിഞ്ഞു നിന്നു. കാർത്തികിൻ്റെ നേരെ നോക്കിക്കൊണ്ട് അവൾ പുറകോട്ട് നടന്നു. ഇവൾ എന്താണ് ചെയ്യുന്നതെന്ന് സംശയത്തോടെ കാർത്തിക് നോക്കി നിന്നു. പെട്ടെന്നാണ് അവൻ സ്വബോധത്തിലേക്ക് വന്നത്. അവർ നിന്നിടം ഒരു കൊക്കയുടെ പോലുള്ള ഒരു കുന്നു പ്രദേശമായിരുന്നു. രശ്മി നടന്നു നീങ്ങുന്നത് ആ കുന്നിൻ്റെ അറ്റത്തേക്കായിരുന്നു. ലക്ഷ്മി, അരുത്, നോ! അത് പറഞ്ഞ് അവൻ രശ്മിയുടെ അടുത്തേക്ക് ഓടി. വരരുത്, നീ എന്നെ മറക്കും, അതെനിക്കറിയാം. പക്ഷേ എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. അതിനേക്കാൾ നല്ലത് എൻ്റെ മരണമാണ്. ഐ ലവ് യു ആൻഡ് ഗുഡ് ബൈ ഫോർ എവർ. അതും പറഞ്ഞുകൊണ്ട് രശ്മി കൊക്കയുടെ അറ്റത്ത് നിന്ന് പുറകിലേക്ക് മറിഞ്ഞു. കാർത്തിക് വെപ്രാളത്തോടെ ഓടി രശ്മിയുടെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും വൈകിയിരുന്നു. അവൻ നിസ്സഹായതയോടെ അവൾ താഴേക്ക് പോകുന്നത് നോക്കി നിന്നു. രശ്മി! കാർത്തിക് കരഞ്ഞുകൊണ്ട് ഉറക്കെ നിലവിളിച്ചു. കാർത്തിക്! ആ വിളി കേട്ട് കാർത്തിക് തിരിഞ്ഞു നോക്കിയതും തന്നെ വിളിക്കുന്നത് രശ്മിയാണ്. അപ്പോഴാണ് അവന് മനസ്സിലായത് താൻ കണ്ടത് ഒരു സ്വപ്നം മാത്രമായിരുന്നുവെന്ന്. അവന് ശ്വാസം നേരെ വീണു. അവൻ ഞെട്ടി വണ്ടി നിർത്തിയത് ആ പാർക്കിങ്ങിൻ്റെ മുന്നിലായിരുന്നു. അവൻ ദൂരേക്ക് നോക്കിയപ്പോൾ അവിടെ രശ്മി അവനെയും കാത്ത് ബെഞ്ചിലിരിക്കുന്നു. അവൻ വണ്ടിയിൽ നിന്നിറങ്ങി രശ്മിയുടെ നേരെ നടന്നുകൊണ്ടിരിക്കവേ, കാർത്തിക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീയും ആതിരയും തമ്മിൽ എന്താണ് ബന്ധം? രശ്മിയുടെ ആ ചോദ്യം കേട്ടതും കാർത്തിക് ഒരു ഞെട്ടലോടെ അവളുടെ നേരെ തിരിഞ്ഞു. എന്താ? അവൻ ആ ഞെട്ടലോടെ തന്നെ അവളോട് ചോദിച്ചു. ഒന്നുമില്ല, കുറേ നാളായി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. അന്ന് ആതിരയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് നീയാണ് പാർട്ടിയുടെ പിന്നിലെന്ന് എനിക്ക് മനസ്സിലായി.
മാത്രമല്ല അന്ന് നിങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും ഞാൻ കണ്ടിരുന്നു. അതുമാത്രമല്ല ഇന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നോടൊപ്പം ആതിരയും വന്നിരുന്നു അല്ലേ? ഞാൻ കണ്ടിരുന്നു നിങ്ങൾ ഒരുമിച്ച് കാറിൽ കയറി പോകുന്നത്. ഇത്രയും പറഞ്ഞ് അവൾ കാർത്തിക്കിൻ്റെ മുഖത്തേക്ക് നോക്കി വീണ്ടും തുടർന്നു. നിങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സാണെന്ന് എനിക്കറിയാം, എന്നാലും എനിക്കൊരു സംശയം. അത് കേട്ടതും കാർത്തിക് മെല്ലെ എഴുന്നേറ്റു. ദൈവമേ, സെയിം ഡയലോഗ്, സെയിം മുഖഭാവം, സെയിം പോസ്, ബാക്കിയൊന്നും സെയിം ആവരുതേ. അതും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാർത്തിക്കിനെ രശ്മി തട്ടി വിളിച്ചു. കാർത്തിക്! അവൻ പെട്ടെന്ന് ഞെട്ടി സ്വബോധത്തിലേക്ക് വന്നു. കാർത്തിക്, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. അവൻ പിന്നെയും മിണ്ടാതിരിക്കുന്നത് കണ്ട രശ്മി ആകുലതയോടെ ചോദിച്ചു. കാർത്തിക്, ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. മുന്നിലേക്ക് നോക്കി നിന്നു. എന്നിട്ട് തുടർന്നു. അത് അവൻ അത് പറയുമ്പോഴേക്കും രശ്മിയും അവൻ്റെ അടുത്ത് വന്ന് നിന്നിരുന്നു. നിന്നോട് ഇതെങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് നീ എങ്ങനെ എടുക്കുമെന്നും എനിക്കറിയില്ല. എന്നാലും ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നി. അവൻ എന്താണ് ഈ പറയാൻ പോകുന്നതെന്ന് സംശയത്തോടെ രശ്മി നിന്നു. നീ കരുതുന്നത് പോലെ ആതിരയും ഞാനും ജസ്റ്റ് ഫ്രണ്ട്സ് അല്ല. അവൾ എൻ്റെ ഭാര്യയാണ്. അത് കേട്ടതും രശ്മി ഇടിമിന്നലേറ്റ പോലെ ഞെട്ടിത്തരിച്ച് നിന്നുപോയി. കാർത്തിക്, നീ എന്താണ് ഈ പറയുന്നത്? അപ്പോൾ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? രശ്മി സങ്കടത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു. അങ്ങനെ പറയരുത് രശ്മി. വിവാഹത്തിന് തൊട്ട് മുമ്പ് വരെ ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. നീ ഒന്നും പറയണ്ട. നിങ്ങളെന്നെ ചതിക്കുകയായിരുന്നില്ലേ? രശ്മി അവൻ്റെ കോളറിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മനസ്സിലാവാതെ നിൽക്കുന്ന രശ്മിയോട് കാർത്തിക് അവൻ ലീവിന് പോയ മുതൽ ഇന്ന് വരെ നടന്ന എല്ലാ കാര്യവും പറഞ്ഞു. ആതിരയോട് തനിക്കുള്ള പ്രണയം ഉൾപ്പെടെ എല്ലാം കേട്ട് രശ്മി ഒന്നും മിണ്ടാതെ കുറച്ചു നേരം നിന്നു. കാർത്തിക് ഭയത്തോടെ അവളെ നോക്കി. പെട്ടെന്ന് അവൾ പുഞ്ചിരിച്ചു. എനിക്കൊരു വിഷമവും ഇല്ല. പെട്ടെന്ന് കേട്ടപ്പോൾ രശ്മി തൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. രശ്മി ഒന്നും മിണ്ടാതെ നടന്നു. കാർത്തിക് അവൾ പോകുന്നത് തടഞ്ഞുകൊണ്ട്, നീ എങ്ങോട്ടാ പോകുന്നേ? എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം, രശ്മി പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് അവൾ നടന്നു. അവൾ കരച്ചിലെടുക്കാൻ താനെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പോയിക്കൊണ്ടിരിക്കെ അവൾ കാർത്തിക്കിനെ നേരെ നോക്കി. കൺഗ്രാറ്റ്സ്. അവൾ അതും പറഞ്ഞ് മുന്നോട്ട് തന്നെ നടന്നു. അവിടെ തന്നെ നോക്കി നിന്നു. രശ്മിയുടെ വീട്. രശ്മിയുടെ അച്ഛനും അമ്മയും ഹാളിലിരിക്കുന്നു. അവരെ വകവയ്ക്കാതെ രശ്മി ഹാളിലൂടെ നടന്ന് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് നടന്നു. അവൾക്കിതെന്തു പറ്റി എന്ന ഭാവത്തിൽ അവളുടെ അച്ഛനും അമ്മയും മുഖത്തോട് മുഖം നോക്കി. രശ്മി മുറിയിൽ കയറി വാതിലടച്ചു. കട്ടിലിൽ കമഴ്ന്ന് കിടന്നു നിർത്താതെ കരഞ്ഞു. പെട്ടെന്ന് അവൾ മനസ്സിൽ എന്തോ കരുതിയ പോലെ കണ്ണുനീർ അമർത്തി തുടച്ചു. കട്ടിലിൽ നിന്നിറങ്ങി ബാത്റൂമിൽ കയറി ടാപ്പ് തുറന്ന് മുഖം കഴുകി കണ്ണാടിയിലേക്ക് എന്തോ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ നോക്കി. കാർത്തിക്കിൻ്റെ ഫ്ലാറ്റ്. ആതിര ഡൈനിങ് ടേബിളിൽ തല താഴ്ത്തി വെച്ച് കിടക്കുന്ന സമയം കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് പോയി വാതിൽ തുറന്നു. പുറത്ത് തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന കാർത്തിക്കിനെ കണ്ട് മൈൻഡ് പോലും ചെയ്യാതെ തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. കാർത്തിക് അകത്തേക്ക് കയറി വാതിൽ കുറ്റിയിട്ടു. അകത്തേക്ക് കയറി ആ സമയം ആതിര അവനുള്ള ഭക്ഷണം വിളമ്പുകയായിരുന്നു. അപ്പോഴും അവളുടെ മുഖം വാടിയിരുന്നു. കാർത്തിക് കൈ കഴുകി കഴിക്കാനിരുന്നു. അവൻ ആതിരയുടെ വാടിയ മുഖത്തേക്ക് നോക്കി. എന്തോ പറയാനായി വന്നതും അവൻ്റെ ഫോൺ റിങ് ചെയ്തു. കാർത്തിക് ഫോൺ എടുത്തു. അറിയാത്ത നമ്പറാണ്. ഹലോ, ആരാ? എപ്പോ? ഞാനിതാ വരുന്നു. അതും പറഞ്ഞ് കാർത്തിക് ഭക്ഷണം പാതിയിൽ നിർത്തി വേഗം കൈ കഴുകി. കാർത്തിക്കിൻ്റെ മുഖത്തെ വെപ്രാളവും ടെൻഷനും കണ്ട ആതിര ആകുലതയോടെ ചോദിച്ചു. കാർത്തിക്, എന്തു പറ്റി? കാർത്തിക് ഒന്ന് നിന്ന് അവളുടെ നേരെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു. രശ്മിയുടെ പപ്പയാണ് വിളിച്ചത്. അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇപ്പോൾ ഹോസ്പിറ്റലുണ്ട്. ഞാൻ അങ്ങോട്ട് പോവുക. അതും കേട്ടതും ആതിര ഞെട്ടി. കാർത്തിക്കിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. നിൽക്ക്, ഞാനും വരുന്നു. അവൾ വേഗം റൂമിൽ കയറി കിട്ടിയ ഡ്രസ്സ് വേഗം എടുത്തിട്ട് കാർത്തിക്കിനൊപ്പം ഇറങ്ങി. ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് കാറിൽ വെച്ച് ആതിര കാർത്തിക്കിനോട് ചോദിച്ചു, എന്താ ശരിക്കും സംഭവിച്ചത്? അതും ആത്മഹത്യക്ക് ശ്രമിക്കാൻ മാത്രം?